ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. അരി ഞാൻ മുൻപേ 4 പ്രാവശ്യം കഴുകിയതാണ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി 2 പ്രാവശ്യം കൂടി കഴുകിയതാണ് കേട്ടോ. മൊത്തത്തിൽ ഞാൻ 5-6 പ്രാവശ്യം അരി നന്നായിട്ട് കഴുകിയിട്ടാണ് അരിക്കലത്തിലേക്ക് ഇടാറ്. ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറ്. പിന്നെ നമുക്ക് കുറേ തുണികൾ അലക്കാണ്ടായിരുന്നു. അതെല്ലാം വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി. ഇന്നലെ ചേമ്പും തണ്ടും കൊള്ളിക്കിഴങ്ങും കൂടി പടുകൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ചേമ്പും തണ്ടിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്താ കറി ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ആ ചേമ്പും തണ്ട് നല്ലോണം അതിൻ്റെ മുകളിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ കുനുകുനായി കൊണ്ട് അരിഞ്ഞെടുത്തു. കുറച്ച് പരിപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടില്ല, മുളക് പൊടി തേങ്ങ അരക്കണയിൽ മുളക് ചേർത്താൻ വെച്ചു. അപ്പോൾ അതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് കുക്കറിൽ അങ്ങോട്ട് വെച്ചു. പിന്നെ നമ്മളെ മുഹറം നോമ്പിൻ്റെ അന്ന് വാങ്ങിയ ചിക്കൻ്റെ കുറച്ച് ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിനെ തണുപ്പ് ഇടാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ചില വാക്കുകളും ചില അക്ഷരങ്ങളും പറയാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പല്ലിന് ക്ലിപ്പിട്ട കാരണം ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്. എന്നാലും ഞാൻ വീണ്ടും ഒന്നത് പറയാണ്. പിന്നെ ചേമ്പുംതാണ്ടിനെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കിട്ടോ. ഉടച്ചെടുത്താൽ കറിക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും. കഷ്ണമൊന്നും കടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിനാണ് കടുക് അങ്ങോട്ട് പൊട്ടിച്ച് വറുത്തെടുത്തു. നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ചേമ്പുംതണ്ട് കറി ഒന്നും അങ്ങനെ വെക്കാറില്ല, പക്ഷേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാ തവണയും ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയല്ല ഇത്തവണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ നന്നായി ചൂടാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സബോള വഴറ്റിയിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. വീഡിയോയുടെ ആദ്യം പറയേണ്ടതായിരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ കൂട്ടുകാർ. പിന്നെ ഒരു ലൈക്ക് തന്നൊന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് സ്പെഷ്യലായിട്ട് തേങ്ങയും കുഞ്ഞുള്ളിയും വറുത്തെടുക്കണം. കുറച്ച് തേങ്ങ മതി കേട്ടോ, കുറച്ച് തേങ്ങ മതി. വറുത്തെടുത്ത് അരച്ചെടുക്കുക. എന്നിട്ട് അരപ്പിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ ഉപ്പും എരിവും എല്ലാം പാകമായി കിട്ടാനാണ് കേട്ടോ. ഇനി നോക്കി ആവി പറക്കണ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ സനമോളും പാത്തും ഒക്കെ പറഞ്ഞു നല്ല സൂപ്പറായിരുന്നു ചിക്കൻ കറി. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിക്കൻ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ അടുക്കളത്തോട്ടമുണ്ട്. അടുക്കളത്തോട്ടത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, പച്ചമുളകാണ് കേട്ടോ അധികം ഞാൻ കൃഷി ചെയ്യാറ്. നല്ല ഉണ്ട പച്ചമുളക് ഉണ്ടാകും. പിന്നെ ഞാൻ ഈ മുളക് തൈ വെച്ചിട്ടുള്ളത് കരിയില നിറച്ചിട്ടാട്ടോ. മണ്ണ് വളരെ കുറച്ചുള്ളൂ. പിന്നെ ഞാൻ അതുപോലെ കുറവുള്ള ചാക്കുകൾ കരിയില ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന് ചായയുടെ കേടുണ്ടായിരുന്നു, വെള്ളീച്ചയുടെ. അപ്പം ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ അപ്പസോഡ, പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് 1 ടീസ്പൂൺ, പിന്നെ വെളിച്ചെണ്ണ ഓയിൽ ഏതെങ്കിലും 1 ടീസ്പൂൺ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ മുകളിൽ ഇലയിലൊന്ന് തെളിച്ച് കൊടുത്താൽ ആ ചായയുടെ ശല്യം ഇല്ലാണ്ടായി പോകും കേട്ടോ. പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. സനമോളാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പാത്ത് നോക്കി പച്ചമുളക് പൊട്ടിച്ചു കൊടുക്കും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കേട്ടോ. അതിന് മുളക് അധികം ഉണ്ടാവാൻ പാത്ത് സമ്മതിക്കില്ല. പാത്തപ്പോഴത്തേക്കും അത് പൊട്ടിച്ച് ഓടും. നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അത് പൊട്ടിച്ച് മേലൊന്നും ആക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്.